ചൂടായി. ഇതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ. ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇട്ട്, ഞാനിന്ന് ബട്ടർ ഇട്ടുന്നില്ല. ബട്ടറുണ്ട്, പക്ഷേ എനിക്ക് നെയ്യിൽ മെലിച്ചെടുക്കണമാണ്. അതുകൊണ്ട് നെയ്യിൽ പോകണം. എന്നിട്ട് ഈ ഓരോ ബ്രെഡും ഇതിലേക്ക് വെച്ച് കൊടുക്കും. എൻ്റെ ബ്രെഡ് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. 2 ബ്രെഡ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഉള്ളിൽ മാത്രം ഈ മിക്സർ ഇടണം കേട്ടോ. പുറത്തേക്ക് കളഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഉള്ളിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അത് ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. മുഴുവനൊന്ന് വേഗം ഭയങ്കര കാറ്റായി. ഇവനൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കേട്ടോ. പക്ഷേ ബ്രെഡ് ഉടയാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവന് താഴത്തുനിന്ന് ഇട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് നീക്കി വെക്കുന്നു. അങ്ങനെ നീക്കി വെച്ചു. അകത്തെ കൂട്ടുണ്ടല്ലോ അതെല്ലാം വേഗണം. എന്നിട്ട് മറിച്ചിടാൻ പാടില്ല കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈ വെച്ചിട്ടുണ്ടോ മരിങ്ങനെ അല്ല, അതേപോലെ മറ്റേത് ഇതേപോലെ രണ്ട് സൈഡ് ഇതേപോലെ മരിച്ചിട്ട് ഞാൻ ഈ ചട്ടി ചരിച്ചു കൊടുക്കണ എന്താണെന്ന് വെച്ചിട്ട് സൈഡിൽ നമ്മുടെ നെയ്യ് കിടപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് വരുത്തുവാണ് കേട്ടോ. മുഴുവൻ പ്ലേറ്റിലേക്ക് എടുക്കും. പ്ലേറ്റിലേക്ക് എടുത്തു. അടുത്തതും കൂടി ഇതേപോലെ ചെയ്യുവാണ്. ഒരു ബ്രെഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നല്ല, 2 സോറി 2 അപ്പം 1 ഇതേപോലെ മറ്റേതും ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക.
മറ്റേത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് കഷ്ണം ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെക്കുക. അത് ഇതിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മുടെ സ്പൂൺ വെച്ച് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഇടാം കേട്ടോ. ഇപ്പോൾ സ്പൂണിലുള്ള നെയ്യ് അതിലേക്ക് ഇടുകയാണ്. ഇത് ഒന്ന് മറിച്ച് അതുപോലെ മറ്റേ ബ്രെഡും മറിച്ച് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യുക. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച്. ബ്രെഡ് എഗ്ഗും വെച്ചിട്ട് വെജിറ്റബിൾ എല്ലാം വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് ഹലോ ചൂടാണ്. ഹലോ ബ്രെഡ് എഗ്ഗ് വെജിറ്റബിൾ ക്യാരറ്റ് ക്യാബേജ് കുറച്ച് 2 പച്ചമുളക് കറിവേപ്പില മല്ലിയില എല്ലാം ഞാൻ ഇതിലേക്ക് സവാള ഇതെല്ലാം അരിഞ്ഞ് ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് ആ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്ത് കണ്ടോ. അത് എന്നിട്ട് കാണത്തില്ല, അതിൻ്റെ ഉള്ളിലാണ് അത് പച്ചക്കറി എല്ലാം ഇരിക്കുന്നത് കണ്ടോ. ഒരു തരി ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ കടിച്ച് കഴിക്കാം. അടിപൊളി കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരും, നമുക്കൊപ്പം കഴിക്കാം. ഒന്നുകൂടി കടിച്ചാൽ എല്ലാവരും കണ്ടോ പച്ചക്കറി കണ്ടോ കാണുന്നുണ്ടോ. എല്ലാവരും എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ. അടിപൊളി ടേസ്റ്റാണ്. ബ്രെഡ് വെച്ച് പലതരത്തിലുള്ള വെറൈറ്റി ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ചെറിയ ബ്രേക്ക്ഫാസ്റ്റാണിത്. വയറ് നിറയുകയും ചെയ്യും, പച്ചക്കറി എല്ലാം പറ്റിട്ടുണ്ടാവും. ഓക്കെ, നാളെ കാണാം കേട്ടോ. ഇനി ഓക്കെ, ബൈ.